അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ കോഴ്സിലെ ആറാമത്തെ എപ്പിസോഡാണ്. ആറാമത്തെ എപ്പിസോഡിൽ അന്നഹ്വുൽ വാളിഹിലെ കാന വ അഖവാതുഹ, അതാണ് നമ്മുടെ പാഠം. നമ്മൾ ജുംലയിൽ തുടങ്ങി. ആ ജുംലയുടെ കലിമത്തുകൾ പറഞ്ഞു, ഇസ്മും ഫെയിലും ഹർഫും പറഞ്ഞു, ഫെയിലിൻ്റെ വിവിധ ഇനം പറഞ്ഞു, ഇസ്മിൽ നിന്നുള്ള ഫായില് മഫ്ഊല് പറഞ്ഞു, മുബ്തദ ഖബർ പറഞ്ഞു. ഈ മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ രണ്ട് കലിമത്ത് കൂടിയ ഒരു ജുംല. അതിൽ ആദ്യത്തേത് മുബ്തദ, പിന്നുള്ളത് ഖബർ. രണ്ട് ഇസ്മുകൾ, രണ്ട് കലിമത്ത് പറഞ്ഞാൽ രണ്ട് ഇസ്മുകൾ. ഇസ്മും ഫെയിലുമാണെങ്കിൽ അത് ഫെയിലിയ ജുംലയാകും. രണ്ടും ഇസ്മാണെങ്കിൽ, അതായത് മുബ്തദയും ഖബറുമാണെങ്കിൽ അത് ഇസ്മിയായ ജുംലയാകുമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു. ഇന്ന് ഖാന വ അഖവാതുഹ, അത് ഈ ഒരു ഇസ്മിയായ ജുംലയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഖാന വ അഖവാതുഹ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇസ്മിയായ ജുംല നമ്മൾ പറഞ്ഞു രണ്ട് ഇസ്മുകൾ ഒന്നിച്ചു വരുമ്പോൾ, രണ്ട് ഇസ്മുകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഇസ്മുകൾ കൂടി ചേർന്ന് ഒരു ജുംലയാകുമ്പോൾ അത് ഒന്ന് മുബ്തദയായിരിക്കും, അതിന്റെ പൂർത്തീകരണം എന്നുള്ള രണ്ടാമത്തത് ഖബറായിരിക്കും എന്ന് പറഞ്ഞു. ഈ മുബ്തദയിലും ഖബറിലും കടന്നു വരുന്ന ഒരു കലിമത്താണ് ഖാന വ അഖവാതുഹ. ഖാനയും അതിന്റെ സഹോദരികളും. അഖവാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും സഹോദരികൾ, ഫ്രണ്ട്സ്. ഖാനയും അതിന്റെ ഫ്രണ്ട്സും, അതിന്റെ സഹോദരികൾ കുറച്ച് ഇവിടെ എണ്ണാനുണ്ട്. ഇവയൊക്കെ കടന്നു വരും എന്തിന്? അർത്ഥ വ്യത്യാസത്തിന് വേണ്ടി. ചില അർത്ഥങ്ങൾ മാറണമല്ലോ. ഉദാഹരണം പറയുമ്പോൾ കൂടുതൽ മനസ്സിലാകും. അർത്ഥങ്ങൾ മാറി വരാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതാണ് ഖാന വ അഖവാതു, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത് വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത്, അത് വരുമ്പോൾ ഏറാബിൽ വരുന്ന മാറ്റമാണ്. ഏറാബ് എന്ന് പറഞ്ഞാൽ ഇസ്മിന്റെ അവസാനത്തെ ഹറക്കത്തിൽ വരുന്ന മാറ്റമാണ്. നമ്മൾ പറഞ്ഞു രണ്ട് ഇസ്മ വരുമ്പോൾ മുബ്തദയും ഖബറുമാണെങ്കിൽ അത് രണ്ടും മർഫു ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് അത്തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് നമ്മൾ പറഞ്ഞു. അത്തുഫാഹത്തു ആപ്പിള്, അത് മുബ്തദയാണ്. അപ്പൊ അത്തുഫാഹത്തു എന്ന് റഫ് ആണ്, ലമ്മത്താണ്. ഹുൽവത്തുൻ എന്ന് പറയുമ്പോൾ അത് ഖബറാണ്, അതിനും ലമ്മത്താണ്. അത് ഖബറാണ്, അതിനും ലമ്മത്താണ്, മർഫു ആണ്. രണ്ടും റഫ് ആണ്, രണ്ടിന്റെയും അവസാനം ഹറക്കത്ത് ലമ്മാണ്. എന്നാൽ അർത്ഥമാറ്റങ്ങൾക്ക് വേണ്ടി, അർത്ഥം മാറി വരുന്നതിന് വേണ്ടി ഖാനയെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഖാനയുടെ സഹോദരികളെ കൊണ്ടുവരുമ്പോൾ അതിൽ ഏറാബിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ഇന്നത്തെ പാഠം. ഇപ്പൊ അത്തുഫാഹത്തു ഹുൽവത്തുൻ ഒരു ഉദാഹരണമാണ്. ആപ്പിള് മധുരമുള്ളതാണ്. അവിടെ ഖാന വന്നാൽ ഖാനത്തി തുഫാഹത്തു ഹുൽവത്തൻ എന്ന് വരും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാറ്റം എന്താണ്? അത്തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് പറഞ്ഞാൽ ആപ്പിള് മധുരമുള്ളതാണ് എന്നുള്ളൊരു വിവരം അറിയിക്കാണ്. ആപ്പിള് മധുരം കിട്ടോ എന്ന് അറിയിക്കാണ്. എന്നാൽ ഖാന വന്നാൽ ഖാനത്തി തുഫാഹത്തു ഹുൽവത്തൻ, ആപ്പിള് മധുരമുള്ളതായിരുന്നു. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഓരോ വകഭേദങ്ങൾ തന്നെയാണ് ഇത്. ഇപ്പൊ ഖാന വരുമ്പോ ആപ്പിള് മധുരമുള്ളതായിരുന്നു, അപ്പൊ ഇപ്പൊ ആണ് എന്ന് അർത്ഥമില്ല. ഇപ്പൊ മധുരമുള്ളതാവണം എന്നില്ല. മുമ്പ് അങ്ങനെ മധുരമുള്ളതായിരുന്നു എന്നൊരു അർത്ഥം വരണമെങ്കിൽ അത്തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് മാത്രം പറയുമ്പോൾ ആപ്പിള് മധുരമുള്ളതാണ് എന്നുള്ളൊരു വിഷയമേ ഉള്ളൂ. അതൊരു ഒരു കാര്യം പറയാണ്, ആപ്പിള് മധുരമുള്ളതാണ് എന്ന്. എന്നാൽ ഖാനത്തി തുഫാഹത്തു ഹുൽവത്തൻ എന്ന് പറയുമ്പോൾ ആപ്പിള് മധുരമുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല, മുമ്പ് അങ്ങനെ ആയിരുന്നു എന്നാണ്. ഏതായാലും പിന്നെ അങ്ങനെ വരുമ്പോ ഈ മുബ്തദയും ഖബറും പേരിലും ചെറിയ മാറ്റങ്ങൾ വരും. ഖാനയും അതിന്റെ സഹോദരികളും വരുമ്പോ, ഖാനയുടെ സഹോദരികൾ നമ്മളിവിടെ പറയും, അതിനൊക്കെ ഉദാഹരണവും പറയും. അപ്പൊ ഖാനയും അതിന്റെ അഖവാത്തും വരുമ്പോൾ ഈ മുബ്തദക്കും ഖബറിനും ഇറാബിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹറക്കത്തിൽ ചില മാറ്റങ്ങൾ വരും. അതുപോലെ അതിന്റെ പേരിലും ചില മാറ്റങ്ങൾ വരും. ഇപ്പൊ അതിന്റെ പേര് അത്തുഫാഹത്തു ഹുൽവത്തുൻ എന്ന് പറയുമ്പോൾ ഒന്ന് മുബ്തദയാണ്, മറ്റൊന്ന് ഖബറാണ്. നമ്മൾ പഠിച്ചതാണ്. അത്തുഫാഹത്തു എന്നുള്ളത് മുബ്തദ, ഹുൽവത്തുൻ എന്നുള്ളത് ഖബർ. എന്നാൽ അതിൽ ഖാന വരുമ്പോൾ, ഖാന എന്തിനു വരുന്നു നമ്മളിപ്പോ പറഞ്ഞു? അർത്ഥമാറ്റം വരാൻ വേണ്ടി, അർത്ഥത്തിൽ വ്യത്യാസം വരാൻ വേണ്ടി. അതായത് മധുരമുള്ളതായിരുന്നു എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് ഖാനനെ കൊണ്ടുവരുന്നത്. അതിന്റെ സഹോദരികളെ കൊണ്ടുവരുമ്പോഴും അർത്ഥങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ പറയാം.
അപ്പോ കാനത്ത് തുഫാഹത്തു ഹുൽവത്തൻ എന്ന് കാനയെ കൊണ്ടുവരുമ്പോൾ തുഫാഹത്ത് എന്നുള്ളതിന്റെ പേര് മാറും, അത് മുബ്തദയല്ല. പിന്നെ ഹുൽവത്തൻ എന്നുള്ളത് ഖബറല്ല, അതിന്റെയും പേര് മാറും. പിന്നെന്താ മാറ്റം വരിക? രണ്ടാമത്തെ മാറ്റം അതിന്റെ ഹറക്കത്ത് ഏറാബ് മാറും. ഏറാബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഹറക്കത്ത് മാറും. രണ്ടിനും അവസാനത്തെ ഹർക്കത്ത് മാറും. ചിലത് ഒന്നേ മാറുള്ളൂ, ചിലത് രണ്ടാമത്തെ മാറും. അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടാകും. ഏതായാലും നമുക്ക് ഉദാഹരണത്തിലേക്ക് നീങ്ങാം. ഖാന വ അഖവാതുഹ അൽ അംസില. ഇവിടെ ഉദാഹരണത്തിൽ 16 ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഖാനയും അതിന്റെ സഹോദരികളും അടക്കം 8 എണ്ണമുണ്ട്. ഓരോന്നിനും ഈ 2 ഉദാഹരണങ്ങൾ വീതം, അങ്ങനെ 16 ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 16 ഉദാഹരണങ്ങൾ ഓരോന്നും ഈ 2 എണ്ണമാണ്. നമ്മൾ ഒന്ന് വായിച്ച് അർത്ഥം വെക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥ വ്യത്യാസവും മനസ്സിലാകും, പേര് മാറിയതും മനസ്സിലാകും, അതിന്റെ ഏറാബ് അവസാനം ഹർക്കത്ത് മാറിയതും മനസ്സിലാകും. ഒന്നാമത്തെ ഉദാഹരണം അസ്സിഹാമു ഷദീദുൻ. റഷ്, സിഹാം പറഞ്ഞാൽ റഷ്, തിരക്ക്, ട്രാഫിക് ജാം എന്നൊക്കെ പറയാം. അസ്സിഹാം ട്രാഫിക് ജാം മാത്രമല്ല സിഹാം. സിഹാം എന്ന് പറഞ്ഞാൽ എവിടൊക്കെ തിക്കും തിരക്കുമുണ്ടോ അതിനൊക്കെ സിഹാം എന്ന് പറയാം. അസ്സിഹാമു ഷദീദുൻ, തിരക്ക് ശക്തമാണ്. അത് മുബ്തദയും ഷദീദ് എന്നുള്ളത് ഖബറുമാണ്. അസ്സിഹാമു തിരക്ക് എന്നുള്ളത് മുബ്തദയാണ്, ഷദീദുൻ എന്നുള്ളത് അതിന്റെ ഖബറാണ്, അതിന്റെ പൂർത്തീകരണമാണ്. തിരക്ക് എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊന്നും കിട്ടൂലല്ലോ. അപ്പൊ തിരക്ക് ശക്തമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർത്തീകരണം അതിന്റെ ഖബർ വന്നു. എന്നാൽ ഇതിൽ നമ്മൾ ഖാന വരുമ്പോൾ ആ ഉദാഹരണത്തിന്റെ ഇടത് ഭാഗത്തുണ്ട് ഖാന സിഹാമു ഷദീദൻ, തിരക്ക് ശക്തമായിരുന്നു. ചിലപ്പോൾ ഇപ്പോ അത് ഓക്കെ ആയിട്ടുണ്ടാവും, ഇപ്പൊ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോ ഖാന സിഹാമു ഷദീദൻ, തിരക്ക് ശക്തമായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഖാന വന്നത്. ഖാന സിഹാമു ഷദീദൻ, തിരക്ക് ശക്തമായിരുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം ഖാന വരാത്തപ്പോൾ അത് മുബ്തദയും ഖബറുമാണ്, തിരക്ക് ശക്തമാണ് എന്നുള്ളൊരു കാര്യം പറയാണ്. എന്നല്ല അതിന് ശേഷം ഖാന വന്നപ്പോൾ ഖാന സിഹാമു ഷദീദൻ, ഖാന സിഹാമു ഷദീദൻ, അവിടെ ഏറാബ് മാറി. ഖബറിന് ആദ്യം നമ്മൾ റഫായിരുന്നു കൊടുത്തത്, ലമ്മത്തായിരുന്നു, ഷദീദുൻ എന്നായിരുന്നു. ഖാന വന്നപ്പോൾ അത് ഷദീദൻ എന്നായി. സിഹാമു എന്നുള്ളത് മുബ്തദാക്ക് അത് തന്നെയാണ്, ഷദീദു സിഹാമു എന്നുള്ളത് ലമ്മത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ആദ്യം തന്നെ പറയാം, ഇവിടെ ഖാന സിഹാമു ഷദീദൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ പേര് മാറുമെന്ന്, സിഹാമിന്റെ പേര്. അതായത് അസ്സിഹാമു ഷദീദുൻ എന്ന് പറയുമ്പോൾ അസ്സിഹാമു മുബ്തദയാണ്, ഷദീദ് എന്നുള്ളത് ഖബറാണ്. എന്നാൽ ഖാന വരുമ്പോ ഖാന സിഹാമു എന്നുള്ളത് അസ്സിഹാമ് ഇസ്മു ഖാന എന്നാ പറയല്, ഖാനന്റെ ഇസ്മ് എന്നാണ് പറയല്, ഖാനയുടെ ഇസ്മ്. ഷദീദൻ എന്നുള്ളത് ഖാനയുടെ ഖബർ, അങ്ങനെയാണ് പറയാ. അത് മുബ്തദാന്റെ ഖബർ എന്നല്ല. ഖാന സിഹാമു ഷദീദൻ എന്ന് പറയുമ്പോൾ സിഹാമു എന്നുള്ളത് ഖാനയുടെ ഇസ്മ്, ഷദീദൻ എന്നുള്ളത് ഖാനയുടെ ഖബർ. അപ്പോ ഇവിടെ അസ്സിഹാമു എന്നുള്ളത് ലൊമ്മത്ത്, അവസാനം ലൊമ്മുണ്ട്, അതായത് മർഫു ആണ്. അത് എന്തുകൊണ്ടാണ്? മുബ്തദ ആയത് കൊണ്ടല്ല, ഖാനയുടെ ഇസ്മ് ആയതുകൊണ്ടാണ്. ഖാനയുടെ ഇസ്മ് ആയതുകൊണ്ട് അത് എന്തായി? മർഫു ആയി, ലൊമ്മത്തായി. ഷദീദൻ എന്നുള്ളത് മൻസൂബാണ്, അതായത് ഫതഹത്താണ്. ഷദീദൻ അകാരമാണ്. അതാകാൻ കാരണം എന്താണ്? ഖാനയുടെ ഖബർ ആയത് കൊണ്ടാണ്. അപ്പൊ അവിടുത്തെ നിയമം എന്താണ്? ഖാന വ അഖവാത്ത് വന്നാൽ അത് അതിന്റെ ഇസ്മിന് റഫവും ഖബറിന് നസ്ബും ചെയ്യും. അങ്ങനെ പഠിച്ചാൽ മതി, അതാണ് ഇതിന്റെ നിയമം. ഖാന ഒരു ജുംലയിൽ, ഇസ്മിയായ ജുംലയിലെ ഖാന കടക്കുള്ളൂ. ഒരു ഇസ്മിയായ ജുംലയിൽ ഖാന കടന്നാൽ, ഖാന എന്നുള്ളത് ആ അർത്ഥം കിട്ടാൻ വേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ അതിന്റെ സഹോദരിമാര് വന്നാൽ, ഖാനയുടെ സഹോദരിമാര് വന്നാൽ അത് മുബ്തദയും ഖബറും, മുബ്തദ ഖാനന്റെ ഇസ്മായി മാറും, ഖബർ ഖാനന്റെ ഖബറായി മാറും. അതുപോലെ തന്നെ ഖാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, ലൊമ്മത്തായിരിക്കും, ഖാനയുടെ ഖബറിന് ഫതഹത്തായിരിക്കും, നസ്ബായിരിക്കും, അതായത് മൻസൂബാണ്. ഇതാണ് ഇവിടുത്തെ നിയമം. ഇനി രണ്ടാമത്തെ ഉദാഹരണം അൽ ബൈത്തു നദീഫുൻ, വീട് വൃത്തിയുള്ളതാണ്, വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വീട് വൃത്തിയുള്ളതാണ്. അവിടെ ഖാന വന്നപ്പോൾ ഖാനൽ ബൈത്തു നദീഫൻ, വീട് വൃത്തിയുള്ളതായിരുന്നു. ഇപ്പൊ ആകെ കച്ചറായി കിടക്കുകയാണ്. അപ്പൊ ഒരാൾ പറയാണ് ഇന്നലെ അംസ് ഖാനൽ ബൈത്തു നദീഫൻ, ഇന്നലെ വീട് വൃത്തിയുള്ളതായിരുന്നു. ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ഖാന വന്നത് കൊണ്ട് ഖാനൽ ബൈത്തു നദീഫൻ എന്ന് അർക്കത്ത് മാറി. ഖാനൽ ബൈത്തു നദീഫൻ, ഖാന വരാതെ ഇസ്മുൻ ഫേലും അല്ലെ, ഖാന വരാതെ മുബ്തദയും ഖബറും വരുമ്പോ അൽ ബൈത്തു നദീഫുൻ,
കാന വന്നപ്പോൾ ഇന്നലെ അങ്ങനെ ആയിരുന്നു, ഇന്നലെ എന്നുള്ള അർത്ഥമില്ല, അങ്ങനെ ആയിരുന്നു എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി കാന വന്നപ്പോൾ കാനൽ ബൈത്തു നദീഫൻ എന്നായി. അൽ ബൈത്ത് എന്നുള്ളത് കാനന്റെ ഇസ്മാണ്, നദീഫൻ എന്നുള്ളത് കാനന്റെ ഖബറാണ്. കാനന്റെ ഖബറിന്റെ ഏറാബ് എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അവസാനത്തെ അടയാളം എന്താന്ന് വെച്ചാൽ മൻസൂബാണ്, നെസ്ബാണ്, ഫതഹത്താണ്. കാനയുടെ ഇസ്മിന്റെ ഏറാബ് എന്താന്ന് ചോദിച്ചാൽ മർഫു ആണ്, അതായത് റഫ് ആണ്, ലമ്മത്താണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഉദാഹരണം മുതൽ നമ്മൾ കാനയുടെ സഹോദരിമാരെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് ഓരോന്നോരോന്ന് ഉദാഹരണം വരുമ്പോൾ പരിചയപ്പെടാം. കാനയുടെ സഹോദരിമാര് അസ്സൗബു ഖസീറുൻ, വസ്ത്രം, ഡ്രസ്സ് വളരെ ചെറുതാണ്. അതിന്റെ അഹവാത്ത് വന്നിട്ടുള്ള സഹോദരി വന്നിട്ടുള്ള ഉദാഹരണം സോറ സൗബു ഖസീറൻ, വസ്ത്രം ചെറുതായി തീർന്നു. അങ്ങനെ വരണം. ചെറുതായിരുന്നു എന്നുള്ള അർത്ഥമല്ല, അത് ചെറുതായി തീർന്നു. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോഴാണ് സോറ എന്നുള്ള വാക്ക് കൊണ്ടുവരിക. അത് കാനന്റെ അഹ്വാത്തിൽപ്പെട്ടതാണ്. ഈ നിയമങ്ങളൊക്കെ, അതായത് പേര് ഇത് തന്നെയാണ്. സോറയുടെ ഇസ്മ്, സോറയുടെ ഖബർ. സോറയുടെ ഇസ്മിന് മർഫു ആണ്, സോറയുടെ ഖബർ മൻസൂബാണ്. മർഫു ആണെന്ന് നമുക്ക് മനസ്സിലാവും, റഫ് ആണ്, അതായത് ലമ്മത്താണ് അവസാനം. മൻസൂബാണ് പറഞ്ഞാൽ അവസാനം ഫതഹത്താണ്. അപ്പൊ ഇവിടെ സോറയുടെ ഇസ്മു തന്നെയാണ് പറയല്, സോറയുടെ ഖബർ തന്നെയാണ് പറയല്. ഖാനന്റെ അഹ്വാത്താണ്, അതേ നിയമം തന്നെയാണ്. അർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ഖാന എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്നാണ് അർത്ഥം. സോറ എന്ന് പറയുമ്പോൾ ആയിത്തീർന്നു, അതായത് സ്വൈറൂറത്ത്, ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുക. ഇവിടെ സോറ സൗബു കസീറൻ എന്ന് പറഞ്ഞാൽ ആദ്യം തൊവീലായിരുന്നു, അതെന്തായി കസീർ ആയിത്തീർന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ സോറ ഉപയോഗിക്കേണ്ടത്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആദ്യം ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക്, അതിന്റെ വിപരീത അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെയാണ് സോറ ഉപയോഗിക്കേണ്ടത്. ആ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അർത്ഥം അങ്ങനെയാണ്, പക്ഷെ നിയമം കാനയുടെ അതേ നിയമം തന്നെയാണ്. കാരണം എന്താണ്? അത് കാനയുടെ അഹ്വാത്താണ്, കാനയുടെ സഹോദരിമാരാണ്. രണ്ടാമത്തത് അൽ ബർദു ഖാരിസുൻ, തണുപ്പ് ശക്തമാണ്. ഈ ഷദീദ് എന്ന് പറഞ്ഞാലും ശക്തം തന്നെയാണ്, ഖാരിസ് എന്ന് പറഞ്ഞാലും ശക്തം തന്നെയാണ്. പക്ഷെ ഖാരിസ് എന്നുള്ളത് തണുപ്പിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ശക്തമായ തണുപ്പ്, മരങ്കോച്ചുന്ന തണുപ്പ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഖാരിസ്. അൽ ബർദു ഖാരിസുൻ, തണുപ്പ് ശക്തമാണ്. അതിന്റെ സോറ വന്നാൽ എങ്ങനെയാണ്? സോറൽ ബർദു ഖാരിസൻ. ആദ്യം എന്തായിരുന്നു? അങ്ങനെ തണുപ്പ് ശക്തമല്ലായിരുന്നു, സാധാ ഒരു തണുപ്പായിരുന്നു. എന്നിട്ട് സാധാ ഒരു തണുപ്പിൽ നിന്നും ഖാരിസിലേക്ക് മാറി, ശക്തമായ തണുപ്പിലേക്ക് അവസ്ഥ മാറി. അപ്പോഴാണ് ഇത് ഉപയോഗിക്കുക, സോറൽ ബർദു ഖാരിസൻ. സോറൽ ബർദു ഖാരിസൻ. അവിടെ കാന ഉപയോഗിക്കും ചെയ്യാം, കാന ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അത് അങ്ങനെ ആയിരുന്നു, തണുപ്പായിരുന്നു. ആ അവസ്ഥ നോക്കണ്ട, ആദ്യം എങ്ങനെയെന്ന് നോക്കണ്ട. അതല്ലാതെ അവിടെ അന്ന് തണുപ്പായിരുന്നു വെറുതെ അങ്ങനെ പറയാനാണെങ്കിൽ കാനൽ ബർദു ഖാരിസൻ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നമ്മൾ ഒന്നും കൂടി അർത്ഥം കൊടുത്തിട്ട് ആദ്യം അത്ര തണുപ്പൊന്നുമില്ലായിരുന്നു, ഇപ്പൊ സാധാ തണുപ്പിൽ നിന്നും ശക്തമായ തണുപ്പിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു, മാറി എന്ന് അർത്ഥം നമുക്ക് വരണമെങ്കിൽ സോറ ഉപയോഗിക്കാം. സോറ ഉപയോഗിക്കുമ്പോൾ സോറൽ ബർദു ഖാരിസൻ, തണുപ്പ് ആയി തീർന്നു, ഖാരിസൻ ശക്തമായതായി തീർന്നു. അങ്ങനെ അർത്ഥം കിട്ടാനാണ് സോറ ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ ഉദാഹരണം അൽ ഖാദിമു ഖവിയ്യുൻ. അൽ ഖാദിമു ഖവിയ്യുൻ, സർവന്റ്, വേലക്കാരൻ ശക്തവാനാണ്, നല്ല ശക്തിയുള്ള ആളാണ് വേലക്കാരൻ. അതിൽ അഹ്വാത്ത് വന്നത് ലൈസ എന്നുള്ളൊരു വാക്കാണ്. ലൈസ, ഈ കാനന്റെ അഹ്വാത്ത് തന്നെയാണ് അത്. അപ്പൊ കാന, സോറ, ലൈസ. ലൈസൽ ഖാദിമു ഖവിയ്യൻ, അവിടെ അല്ല എന്നുള്ളൊരു അർത്ഥമാണ്, നെഗേഷനാണ്. ലൈസൽ ഖാദിമു, സർവന്റ് അല്ല, ഖവിയ്യൻ ശക്തവാനല്ല. സർവന്റ് ശക്തവാനല്ല, അവനക്ക് തീരെ ശക്തിയില്ല. അർത്ഥം നെഗേഷനാണ്, നിഷേധിക്കലാണ്. എന്നാൽ അതിന്റെ ഏറാബ് കാനന്റെ അതേ ഏറാബ് തന്നെയാണ്. അതിന്റെ പേര് ലൈസന്റെ ഇസ്മ്, ലൈസന്റെ ഖബർ എന്ന് തന്നെയാണ് പറയുക. അൽ ആമിലു നഷീത്തുൻ, ജോലിക്കാരൻ ഉന്മേഷവാനാണ്. ആമിൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ ഉന്മേഷവാനാണ്. അതിന് ലൈസ വരുമ്പോ ലൈസൽ ആമിലു നഷീതൻ, ഉന്മേഷവാനല്ല, ജോലിക്കാരൻ ഉന്മേഷവാനല്ല. ഇവിടെ ലൈസൽ ആമിലു എന്നുള്ളത് ലൈസന്റെ ഇസ്മാണ്, നഷീതൻ എന്നുള്ളത് ലൈസന്റെ ഖബറാണ്. അൽ ആമിലു നഷീതൻ എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് മുബ്തദയും ഒന്ന് ഖബറും ആയിരുന്നു. അതിൽ ലൈസ വന്നപ്പോൾ, നെഗേഷന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി ലൈസ വന്നപ്പോൾ ആ മുബ്തദ എന്നുള്ളത് ലൈസന്റെ ഇസ്മായി മാറി, നഷീത്ത് എന്നുള്ളത് ലൈസന്റെ ഖബറുമായി മാറി. ലൈസന്റെ ഖബർ ആയതുകൊണ്ട് അതിന് മൻസൂബാണ്, അതായത് അവസാനം ഫതഹാണ്. ഏഴാമത്തെ ഉദാഹരണം അൻ നഹിമു മരീദുൻ. നഹിമ് എന്ന് പറഞ്ഞാൽ അത്യാർത്തി, അലച്ചക്കാരൻ എന്നൊക്കെയാണ്.
അത്യാഗ്രഹി അത്യാർത്ഥി ഉള്ളവൻ. അന്നഹിമു നെഹിമു മരീദുൻ രോഗിയാണ്. നെഹിമ് രോഗിയാണ്. അങ്ങനെ വന്നാൽ വാരി വലിച്ച് തിന്നുന്നവൻ എന്നൊക്കെ പറയാം. അത് രോഗിയാണ്. അസ്ബഹക്ക് ആയി എന്നെ അർത്ഥം. അതായത് അസ്ബഹൻ നെഹിമു മരീദൻ, നെഹിമ് രോഗിയായി തീർന്നു. പക്ഷെ ഇവിടെ സോറ എന്നുള്ളൊരു അതേ അർത്ഥമല്ല. രാവിലെ ആകുന്നതിനാണ് അസ്ബഹ എന്ന് പറയല്. രാവിലെ സമയത്താണ് ഈ വിഷയം സംഭവിക്കുന്നതെങ്കിൽ അവിടെ സോറയേക്കാളും നല്ലത് ഉപയോഗിക്കേണ്ടത് ആപ്റ്റായ വാക്ക് അസ്ബഹ എന്നാണ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. ജമാലിയാത്തുൽ ലുഗൽ അറബിയയിൽ പെട്ടതാണത്. അറബി ഭാഷയുടെ ബ്യൂട്ടി. കാരണം ഓരോ വാക്കിലും അതിന്റെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. കൂടുതൽ അറബി ഭാഷ പരിചയപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ അന്നഹിമു മരീദുൻ അത്യാർത്ഥിയുള്ളവൻ, അത്യാഗ്രഹി രോഗിയാണ്. അപ്പൊ അത്യാഗ്രഹി രോഗിയായി തീർന്നു എന്ന് പറയണമെങ്കിൽ സ്വാറ ഉപയോഗിക്കാം. പക്ഷെ അസ്ബഹ ഇവിടെ ഉപയോഗിക്കുന്നത് അവൻ രോഗിയായത് പകൽ സമയത്ത് രാവിലെ സമയത്താണ് എന്നും കൂടി സൂചിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അസ്ബഹ കൊണ്ടുവരാം. അസ്ബഹ കൊണ്ടുവരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് മുബ്തദയും ഖബറും അതിന്റെ ഇസ്മും ഖബറുമായി മാറും. പിന്നെ ഏറാബ് മുബ്തദയും ഖബറും ആകുമ്പോൾ ഫുള്ള് മർഫു ആയിരിക്കും, ഫുള്ള് ദമ്മത്തായിരിക്കും. പക്ഷെ ഏറാബ് ഇവിടെ അസ്ബഹന്റെ ഇസ്മിന് റഫും ഖബറിന് നെസ്ബു ആയി മാറും. അത് ശ്രദ്ധിച്ചാൽ മതി. അസ്ബഹൻ നഹിമു മരീലൻ. അൽ ജവ്വു മുംതിറുൻ. ജവ്വ് അന്തരീക്ഷം മഴ വർഷിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ നല്ല മഴ വർഷിക്കുന്നുണ്ട്. അതിന്റെ പിന്നെ ഉഖ്ത് കൊണ്ടുവന്നാൽ, സഹോദരനെ കൊണ്ടുവന്നാൽ അസ്ബഹൽ ജവ്വു മുംതിറൻ, രാവിലെ തന്നെ അന്തരീക്ഷം മഴ വർഷിക്കുന്നതായി. അപ്പൊ രാവിലെ തന്നെ മഴ പെയ്തു എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ പിന്നെ അവിടെ മോർണിംഗ് എന്നൊരു വാക്ക് മുബക്കിറന്ന സ്വബാഹന്ന എന്ന് പറയേണ്ട ആവശ്യമില്ല. അസ്ബഹൽ ജവ്വു മുംതിറൻ എന്ന് പറഞ്ഞാൽ മതി. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. സാഹിത്യവുമാണത്. അസ്ബഹൽ ജവ്വു മുംതിറൻ, അന്തരീക്ഷം മഴ വർഷിക്കുന്നതായി. 9ാമത്തെ ഉദാഹരണം അൽ ആമിലു മുത്അബുൻ. അൽ ആമിലു മുത്അബുൻ, ജോലിക്കാരൻ ക്ഷീണിതനാണ്. ജോലിക്കാരൻ ക്ഷീണിതനാണ്. അതിനെ ഒത്തു കൊണ്ടുവന്നത് അംസ എന്നുള്ളൊരു വാക്കാണ്. അംസ. അംസൽ ആമിലു മുത്അബൻ. അംസൽ ആമിലു മുത്അബൻ എന്താണ് അർത്ഥം? ജോലിക്കാരൻ വൈകുന്നേരം ക്ഷീണിതനായി. ഒരു ജോലി എടുത്തെടുത്തെടുത്ത് വൈകുന്നേരം തന്നെയാണ് ക്ഷീണിതനാവല്. ഇവിടെ അസ്ബഹൽ ആമിലു മുതാബൻ എന്ന് പറഞ്ഞാലും ജോലിക്കാരൻ ക്ഷീണിതനായി എന്ന് തന്നെയാണ്. പക്ഷെ അത് രാവിലെ ക്ഷീണിതനായി എന്നാണ് അർത്ഥം. അംസൽ ആമിലു മുതാബൻ എന്ന് പറഞ്ഞാല് ജോലിക്കാരൻ വൈകുന്നേരം ക്ഷീണിതനായി. അപ്പൊ ആ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അംസനെ കൊണ്ടുവന്നത്. അംസനെ കൊണ്ടുവരുമ്പോൾ ഒരു മുബ്തദയും ഖബറിന്റെ കൂടെ അംസ വരുമ്പോൾ അത് മുബ്തദയും ഖബർ എന്നുള്ള പേര് മാറിയിട്ട് ഇസ്മും ഖബറുമാകും. അതിന്റെ ഏറാബ് ഖബറിന് നെസ്ബാകും, അതായത് ഫതഹാകും, മറ്റതിന് റഫാകും. നമ്മൾ പറഞ്ഞതാണ്. 10ാമത്തെ ഉദാഹരണം അസ്സഹ്റു റാബിലുൻ. ഫ്ലവർ വാടിയതാണ്. ഫ്ലവർ ആകെ വാടിയിട്ടുണ്ട്. അതിന് ഉദാഹരണം പിന്നെ അംസ കൊണ്ടുവന്നപ്പോൾ അംസസ്സഹ്റു റാബിലൻ, വൈകുന്നേരം പുഷ്പം വാടിയതായി. വൈകുന്നേരം നോക്കുമ്പോൾ പുഷ്പം ആകെ വാടിയിരിക്കുന്നു. ആ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ സഹ്റു റാബിലൻ, അംസന്റെ ഖബറാണ് റാബിൽ എന്നുള്ളത്. അപ്പൊ അതിന് ഫതഹ് കൊടുത്തു, നെസ്ബ് കൊടുത്തു. 11ാമത്തെ ഉദാഹരണം അൽ ഗമാമു കസീഫുൻ. ഗമാമ് മേഘം തിങ്ങിക്കൂടിയതാണ്. ആകെ അങ്ങനെ കൂടി പിന്നെ തിങ്ങിക്കൂടിയിരിക്കുന്നു. തിങ്ങിയ മേഘം. അതിന് ഉദാഹരണം പിന്നെ കാനാഹ്വാത്തിൽ നിന്നും സഹോദരി വരുമ്പോൾ അൽഹൽ ഗമാമു കസീഫൻ. അൽഹ എന്ന് പറയുമ്പോൾ അതും ആയി തീർന്നു തന്നെയാണ്. പക്ഷെ അത് ലുഹാ സമയത്ത്, നമ്മളൊരു രാവിലെ 10-11 മണി സമയമാണ് ലുഹാ സമയം. ആ ലുഹാ സമയത്ത് അതെന്തായി? മേഘം ലുഹാ സമയത്ത് 10-11 മണിക്ക് മേഘം ഒന്നായിട്ട് ഇരുണ്ടുകൂടി എന്നതിന് അൽഹൽ ഗമാമു കസീഫൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ മതി. അൽഹൽ ഗമാമു കസീഫൻ. അപ്പൊ അവിടെ അൽഹ എന്നുള്ളത് വന്നപ്പോൾ അൽ ഗമാമു കസീഫൻ, അത് ഇസ്മും ഖബറുമായി. കസീഫ് എന്നുള്ള ഖബറിന് നെസ്ബും കിട്ടി, ഗമാമു എന്നുള്ളതിന് റഫും കിട്ടി. നമ്മൾ പറയും ആദ്യം തന്നെ അൽ ഗമാമു കസീഫ് എന്ന് പറയുമ്പോൾ ഗമാമിന് റഫ് തന്നെയാണ് എന്നാണ്. സംഗതി റഫ് തന്നെയാണെങ്കിലും അവിടെ റഫ് ആയത് മുബ്തദ ആയതുകൊണ്ടാണ്, ഇവിടെ റഫ് ആയത് അൽഹന്റെ ഖബർ ആയതുകൊണ്ടാണ്, അൽഹന്റെ ഇസ്മ ആയതുകൊണ്ടാണ്. അങ്ങനെ തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ ആ നിയമം കൃത്യമായിട്ട് അതിന്റെ രീതിയിൽ പഠിക്കാൻ കഴിയുള്ളൂ. പിന്നെ 12ാമത്തെ ഉദാഹരണം അസ്സാരിഹു മുസ്ദഹിമുൻ. അശ്ശാരിഹു. 12ാമത്തെ ഉദാഹരണം അശ്ശാരിഹു മുസ്ദഹിമുൻ. സ്ട്രീറ്റ്. ഷാരിയ എന്ന് പറഞ്ഞാൽ തെരുവ്, സ്ട്രീറ്റ്. മുസ്ദഹിമുൻ അത് തിരക്കുള്ളതാണ്. നമ്മൾ പിന്നെ സാധാരണ അറബി ഭാഷയിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. ഷാരി എന്ന് പറഞ്ഞാൽ റോഡ്. ശരിക്കും ഷാരി റോഡല്ല. ഷാരി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ആണ്, തെരുവാണ്. അത്ഫാലു ഷവാരി, തെരുവിന്റെ മക്കൾ. കിലാബു
കിലാബു ഷവാര്യ, പിന്നെ തെരുവ് നായകൾക്ക് കിലാബു ഷവാര്യ എന്നാണ് പറയല്. ശരിക്കും റോഡ് എന്നുള്ളതിന് ത്വരീക്ക് എന്നാണ് അറബി വാക്ക്. ത്വരീക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, ഷാര്യ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, തെരുവ്, അതാണ് ശരിക്ക് അതിന്റെ അർത്ഥം. അപ്പൊ അഷാരു മുസ്ദഹിമുൻ, സ്ട്രീറ്റ്, തെരുവ് വളരെ തിരക്കുള്ളതാണ്. അതിന് നമ്മൾ അൽഹ കൊടുക്കുമ്പോൾ അൽഹ ഷാരു, ആ 10-11 മണിക്ക് അൽഹ ഷാരു മുസ്ദഹിമൻ, ആ ഒരു സമയത്ത് ളുഹാ സമയത്ത് സ്ട്രീറ്റ് വളരെ തിരക്കുള്ളതായി. അപ്പൊ അഷാരിഉ മുസ്ദഹിമൻ എന്ന് പറഞ്ഞു. 13ാമത്തെ ഉദാഹരണം അൽ മത്തറു ഗസീറുൻ. അൽ മത്തറു ഗസീറുൻ, മഴ നല്ല ശക്തമായി വർഷിക്കുന്നു. ഗസീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ശക്തമായി മഴ വർഷിക്കുന്നതിനാണ് ഗസീർ എന്ന് പറയല്. അപ്പൊ അൽ മത്തറു ഗസീറുൻ, മഴ ശക്തമായി വർഷിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉദാഹരണം കൊണ്ടുവന്നത് ലല്ല എന്നുള്ള വാക്കാണ്. അതും കാനാഹ്വാത്തിൽപ്പെട്ടതാണ്. ലല്ലൽ മത്തറു ഗസീറൻ, ഉച്ച സമയത്ത് മഴ നന്നായിട്ട് വർഷിക്കുന്നു. ഉച്ച സമയത്ത് ശരിക്കും ലല്ല എന്ന് പറഞ്ഞാൽ ആ നട്ടുച്ച സമയം, നട്ടുച്ച കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ്. ആ സമയത്ത് മഴ നന്നായി വർഷിക്കുന്നതായി. അൽ ഗുബാറു സായിറുൻ, പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. ലല്ലൽ ഗുബാറു സായിറൻ, ആ ഒരു സമയത്ത് നട്ടുച്ച സമയത്ത് പൊടി പാറുന്നതായി, പൊടി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. 15ാമത്തെ ഉദാഹരണം അൽ മിസ്ബാഹു മുത്തഖിദുൻ, വിളക്ക് കത്തുന്നതാണ്. വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, വിളക്ക് കത്തുന്നതാണ്. അതിന് നമ്മൾ കാനാഹ്വാത്തിൽ നിന്ന് കൊണ്ടുവന്നു ബാത്തൽ മിസ്ബാഹു മുത്തഖിദൻ, രാത്രി. ബാത്ത ശരിക്ക് രാത്രി എന്നുള്ളതാണ്, രാത്രി ആയിത്തീരുന്നതിനാണ് ബാത്ത എന്ന് പറയുന്നത്. അപ്പൊ ബാത്തൽ മിസ്ബാഹു മുത്തഖിദൻ, രാത്രി വിളക്ക് കത്തുന്നതായി. അപ്പൊ ഇവിടെ സോറൽ മിസ്ബാഹു മുത്തഖിദൻ പറയാം, അംസൽ മിസ്ബാഹു മുത്തഖിദൻ എന്ന് പറയാം. അപ്പോഴൊക്കെ അതിൻ്റെതായ അർത്ഥങ്ങളായിരിക്കും. ഇവിടെ ബാത്തൽ മിസ്ബാഹു മുത്തഖിദൻ എന്ന് പറഞ്ഞാൽ രാത്രി വിളക്ക് കത്തുന്നതായി. ഇവിടെ ബാത്ത എന്നുള്ളതിന്റെ ഇസ്മാണ്, മുസ്ബാഹ് അതിന് റഫാണ്. മുത്തഖിദ് എന്നുള്ളത് ആ ബാത്ത എന്നുള്ളതിന്റെ ഖബറാണ്, അതിന് നെസ്ബാണ്. 16ാമത്തെ ഉദാഹരണം, അവസാനത്തെ ഉദാഹരണം അൽ മരീദു മുതഅല്ലിമുൻ, രോഗി വേദനിക്കുന്നവനാണ്, രോഗിക്ക് നല്ല വേദനയുണ്ട്. അതിന് ബാത്തൽ മരീദു മുതഅല്ലിമൻ, രാത്രി രോഗിക്ക് വേദനയുണ്ട്. രാത്രി രോഗി വേദനിക്കുന്നവനായിട്ട് കഴിച്ചുകൂട്ടി, രാത്രി രോഗി വേദനിക്കുന്നവനായിട്ട് കഴിച്ചുകൂട്ടി എന്നാണ് അർത്ഥം. അപ്പൊ ബാത്ത വന്നപ്പോൾ അൽ മരീദു മുതഅല്ലിമൻ എന്ന് ഇസ്മും ഖബറും വന്നു. ഇസ്മിന് റഫ്, ഖബറിന് നെസ്ബ്. മുതഅല്ലിമൻ എന്നുള്ളത് ഖബറാണ്, അതിന് നെസ്ബ്. ഇപ്പൊ ഇതാണ് ഉദാഹരണങ്ങള്. അതിന്റെ പിന്നെ ആ അഹ്വാത്ത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കായിദ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. നമ്മൾ കായിദയിലേക്ക് പോകുന്നു. കായിദ നമ്പർ 18. 17 കായിദകൾ നമ്മൾ പറഞ്ഞു. 18ാമത്തെ കായിദ തദ്ഖുലു ഖാന, ഖാന കടക്കും അലൽ മുബ്തദഇ വൽ ഖബരി, മുബ്തദ ഖബറിന്റെ മേൽ. അതായത് രണ്ട് ഇസ്മിയായ ജുംലയിലെ ഇസ്മും ഖബറും, അതിന്റെ മുബ്തദയും ഖബറും, ഇസ്മിയായ ജുംലയിലെ മുബ്തദയും ഖബറും, രണ്ട് ഇസ്മുകൾ, അതിന്റെ മേൽ ഖാന കടക്കും. ഖാന കടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണ്ടി വരുമ്പോൾ ആ ഖാന വരും. ഫതർഫഉൽ അവ്വല, ആദ്യത്തേതിന് അത് റഫ് ചെയ്യും. ആദ്യത്തെ പറഞ്ഞാൽ ഖാനന്റെ ഇസ്മ്, അതായത് ആദ്യം മുബ്തദയായിരുന്നു, അതിനത് റഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവസാന ഹർക്കത്ത് ലമ്മാക്കി മാറ്റും. വയുസമ്മ ഇസ്മഹ, അതിന് ഇസ്മി എന്നാണ്, ആ ഖാനയുടെ ഇസ്മി എന്നാണ് പറയാ. വതൻസിബു സാനിയ, രണ്ടാമത്തേന് നെസ്ബ് ചെയ്യും. അതായത് പിന്നെ ശേഷം വരുന്നത് രണ്ടാമത്തത്, നമ്മൾ ആദ്യത്തെ ഖബർ, അതിനത് നെസ്ബ് ചെയ്യും. വയുസമ്മ ഖബറഹ, അതിന് ഖബർ എന്നാണ്, ആ ഖാനയുടെ ഖബർ എന്നാണ് പറയുക. നമ്മൾ പഠിച്ചത് തന്നെയാണ്, നമ്മൾ ഇപ്പൊ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയത് തന്നെയാണ്. അപ്പൊ തദ്ഖുലു ഖാന അലൽ മുബ്തദഇ വൽ ഖബരി, ഖാന എവിടെയാണ് കടക്കല്? മുബ്തദ ഖബറിന്റെ മേൽ. ഖാന കടന്നാൽ എന്താണ് സംഭവിക്കല്? ഫതർഫഉൽ അവ്വല, ഒന്നാമത്തേന് റഫ് ചെയ്യും. വൈസമ്മ ഇസ്മഹ, അതിനെ ഇസ്മു എന്ന് പറയും. വതൻസിബു സാനിയ, രണ്ടാമത്തേന് നെസ്ബ് ചെയ്യും. വൈസമ്മ ഖബറഹ, അതിനത് ഖബർ എന്ന് പറയും. 19ാമത്തെ ഉദാഹരണം മിഥുലു ഖാന, ഖാന പോലെയാണ് ഫീമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തിന് റഫ് ചെയ്യുന്ന വിഷയത്തിൽ, ഇസ്മി എന്ന് പറയപ്പെടുന്ന വിഷയത്തിൽ, രണ്ടാമത്തിന് നെസ്ബ് ചെയ്യുന്ന വിഷയത്തിൽ, അതിന് ഖബർ എന്ന് പറയുന്ന വിഷയത്തിൽ ഖാന പോലെ തന്നെയാണ്. സോറ, ലൈസ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത, അതാണ് ഖാനയുടെ അഖവാത്ത്. ഏതൊക്കെയാണ്? സോറ, ലൈസ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത. ഈ ഫെയിലുകളൊക്കെ, ഇതിന് ഫെയില് എന്നാണ് പറയല്, ഈ ഫെയിലുകളൊക്കെ വന്നാൽ, അതായത് ഖാനാഹ്വാത്ത്, ഈ ഖാനാഹ്വാത്തൊക്കെ വന്നാൽ എന്തൊക്കെയാണ് അർത്ഥമാറ്റം വരിക എന്ന് നമ്മൾ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി. വതുസമ്മ ഹാദിഹിൽ അഫ്ആലു, ഈ ഫെയിലുകൾക്കൊക്കെ പറയപ്പെടും അഖവാത്തി ഖാന, ഖാനയുടെ സഹോദരിമാർ. ഖാന അഖ്വാത്ത്, ഖാന അഖ്വാത്ത്, അങ്ങനെയാണ് ഇതിന് പറയപ്പെടാറ്. ഇനി 20ാമത്തെ ഒരു കായിദ, ലികുല്ലി ഫെയിലിൻ മിൻ ഹാദിഹിൽ അഫ്ആൽ, ഇതൊക്കെ ഫെയിലാണെന്ന് പറഞ്ഞു. ഇതിന് എല്ലാ ഫെയിലുകൾക്കും, ഇപ്പൊ സോറ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത, ഇതിൽപ്പെട്ട എല്ലാ ഫെയിലുകൾക്കും മുദാരി ഉണ്ടാവും. അതായത് ഖാന, യകൂനു എന്ന് പറയാൻ പറ്റും. മുദാരി നമ്മൾ പ്രസന്റ് ടെൻസ് നമ്മൾ പറഞ്ഞു, പ്രസന്റ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ പറഞ്ഞു.
അസ്ബഹ യുസ്ബിഹു എന്ന് പറയാം, അംസ യുംസി എന്ന് പറയാം, അൽഹ യുലഹി എന്ന് പറയാം, ലല്ല യലില്ലു എന്ന് പറയാം, ബാത്ത യബീത്തു എന്ന് പറയാം. അതായത് മുദാരി ഉണ്ട്, അമ്രുൻ അമ്രു ഉണ്ട്, ഖാന കുൻ നിയാവ് അതായത് ഓർഡർ ഫോം ഇതൊക്കെയുണ്ട്. അതൊക്കെ യമലാനി അമലൽ മാലി മാലി ഉണ്ടാവുമ്പോൾ അതായത് ഖാന എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഏറാബ്, എന്തൊക്കെയാണ് ഇസ്മു ഖബറൊക്കെയാണ്, അതൊക്കെ മുദാരി ആവുമ്പോഴും അമ്ര ആവുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇല്ല ലൈസ ലൈസ ഒഴികെ. ലൈസ ഫല യഅതി മിൻഹ മുദാരിഉൻ വല അംറു. അതിൽ ലൈസ യലൈസു എന്നൊന്നും പറയില്ല, അതിന് മുദാരി ഉണ്ടാവില്ല. കാരണം ലൈസ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനമല്ലല്ലോ, അത് ഇല്ല എന്നുള്ളൊരു നെഗേഷൻ ആണല്ലോ. നമ്മൾ ചിന്തിച്ചാൽ തന്നെ അത് മനസ്സിലാവും. ലൈസക്ക് ഇല്ല എന്നുള്ളൊരു നെഗേഷൻ ആണ്, അതൊരു പ്രവർത്തനമല്ല. അപ്പൊ അതിന് മുദാരി ഉണ്ടാവില്ല, അംറു ഉണ്ടാവൂല. ഫല യഅതി മിൻഹ മുദാരിഉൻ വല അംറു. അതിന് മുദാരിയും അംറൊന്നും ഉണ്ടാകൂല. ഇനി അതിന്റെ തംരീൻ കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. തംരീനാത്ത് ബയ്യിൻ കുല്ല ഇസ്മിൻ ഖബരിൻ ലികാന വ അഖവാതിഹ ഫിൽ ജുമലിൽ ആതിയ. താഴെ വരുന്ന ജുംലകളിൽ ഖാനയും അഖവാത്തും അതിന്റെ ഇസ്മും ഖബറും ഏതാണെന്ന് വേർതിരിക്കുക. ഇനി വളരെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ഉദാഹരണം വായിച്ച് അർത്ഥം വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഖാന മഹ്മൂദുൻ ഷുജാഅൻ. മഹ്മൂദ് ആയിരുന്നു, ഷുജാൻ ധൈര്യവാനായിരുന്നു, ധൈര്യശാലിയായിരുന്നു. അസ്ബഹൽ ഹിസാനു ജായിയൻ. കുതിര രാവിലെ കുതിരയായി, ജായൻ വിശക്കുന്നവനായി, കുതിരക്ക് രാവിലെ വിശന്നു. സോറൽ അവ്വലു ഒന്നാമത്തവനായി തീർന്നു, ആഖിറൻ അവസാനത്തവനായി തീർന്നു. ഒരു വരി ക്യൂ നോക്കുമ്പോൾ ഒന്നാമത്തവൻ അവസാനത്തവനായി തീർന്നു. ബാത്തൽ കൽബു നായിമൻ. നായ രാത്രി ഉറങ്ങുന്നവനായി, രാത്രി ഉറങ്ങി കഴിച്ചുകൂട്ടി. ലൈസൽ മൈദാനു ഫസീഹൻ. അഞ്ചാമത്തെ ഉദാഹരണം, മൈദാന് ആ ഒരു മൈദാൻ ഗ്രൗണ്ട് വിശാലമല്ല. ലൈസ അത് നെഗേഷനാണ്. അംസൽ ഗനിയു ഫഖീറൻ. വൈകുന്നേരമായപ്പോഴേക്കും ധനാഢ്യൻ ഫക്കീറായി തീർന്നു, ദരിദ്രനായി തീർന്നു. അൽഹസജീനു തൊലീക്കൻ. ലുഹാ സമയം ജയിൽ പുള്ളി ആയിത്തീർന്നു, തൊലീക്കൻ മോചിതനായി തീർന്നു. ലല്ലൽ ഐനബു കസീറൻ. മുന്തിരി ഉച്ചയാകുമ്പോഴത്തിന് മുന്തിരി കൂടുതലായി, നല്ല മുന്തിരി കൂടുതലായിട്ട് കായ്ച്ചു എന്നാണ്. അപ്പൊ ഇതാണ് തംബീന്. ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ അർത്ഥം വെച്ചപ്പോൾ തന്നെ ഇതിന്റെ ഇസ്മ ഏതാണ്, ഖബർ ഏതാണ് നമുക്ക് മനസ്സിലായി. ഇസ്മിന് എന്താണ് ഏറാബ് എന്ന് നമുക്ക് മനസ്സിലായി. ഏറാബ് എന്ന് പറഞ്ഞാൽ റഫാണ് അതോ നസ്ബാണോ എന്ന് നമുക്ക് മനസ്സിലായി. ഖബറിന് എന്താണ് ഏറാബ് എന്ന് മനസ്സിലായി. ഇതൊക്കെ ഈ ഒരു തംബീനിലൂടെ മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.